ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഒരു ഹിഡൻ പ്ലേസ് ആയ ദുബായിലെ വേൾഡ് ഐലൻഡിലേക്ക് പോവാണ്. ഈ യാച്ചിലാണ് ഞങ്ങൾ പോകുന്നത്. ഇതിൽ നമ്മൾ ലഗേജ് ഒക്കെ താഴെ വെച്ച് നമ്മൾ മേലെയാണ് ഇരുന്നത്. നമുക്ക് ഇവിടുന്ന് വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് നമ്മൾക്ക് ബുർജ് ഖലീഫ ഒക്കെ കാണുന്നുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഫുൾ നൈറ്റ് ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാ ബിൽഡിങ്സ് ഒക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് കാണാൻ തന്നെ അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു ബ്ലൂ ലൈറ്റൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു. അധികം ആൾക്കാർ താഴെ ഇരുന്നിരുന്നത്. നമുക്ക് മേലെ നിന്നുള്ള ആ ഒരു വ്യൂ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് പോകുന്നത് തന്നെ. അപ്പം അതൊന്ന് കാണാൻ വേണ്ടി മേലെ തന്നെ ഇരുന്നിരുന്നത്. നമ്മൾ അടിപൊളിയായിട്ട് ഇങ്ങനെ പോയി കുറച്ച് ഒരു 20 മിനിറ്റ്സോളായിരുന്നു നമുക്ക് ട്രാവൽ ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. വോക്കോങ് നാക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി റിസോർട്ടിലായിരുന്നു ഇന്നത്തെ സ്റ്റേ. നമുക്കൊരു നൈറ്റും ഒരു മോർണിംഗും ആണ് നമ്മൾ ബുക്ക് ചെയ്തത്. ഇതാണ് ഇവിടുത്തെ വഴി. നമ്മളെ എൻട്രൻസ് ഇങ്ങനെയാണ് വരുന്നത്. നല്ല അടിപൊളിയായിരുന്നു. നൈറ്റ് വ്യൂ ആയതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു. ഫുൾ ലൈറ്റിങ്ങും ആ ഒരു റിസോർട്ട് മൊത്തം കാണാനേ നല്ല രസമായിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു. അതാണ് ഞാനിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ചടിച്ചാടി വരുന്നത്. ലൈക്ക് ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം ബാക്കിൽ കുറേ ആൾക്കാർ ചെയ്യുന്നതോടെ നമുക്ക് ഡിസ്റ്റർബ് ആവണ്ടല്ലോ വെച്ചിട്ട് വേഗം ക്ലിക്ക് ചെയ്ത് ഫോട്ടോ ഒക്കെ ക്ലിക്ക് ചെയ്ത് പോവുമായിരുന്നു. ഇതാണ് മൊത്തത്തിലുള്ള ആ ഒരു റിസോർട്ടിന്റെ മൊത്തമുള്ള ആ ഒരു വ്യൂ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു റിസോർട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. പിന്നെ ഇതാണ് അതിൻ്റെ റിസപ്ഷൻ ഏരിയ. കാണാൻ അടിപൊളിയേന്. ഹസ്ബൻഡ് ചെക്ക് ഇൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാനിത് മൊത്തം കണ്ടുകൊണ്ടിരിക്കേന്. പിന്നെ അവിടെ ഒരു മാപ്പ് ഉണ്ടായിരുന്നു. ഇതിന് മൊത്തം ഐലൻഡിൻ്റെ ഒരു മാപ്പിൻ്റെ ഒരു സംഭവം കാണിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഫുൾ നോക്കി. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് റൂമിന് കുറച്ച് ഡിലേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്തൊക്കെയോ ഫുഡ് എനിക്കറിയില്ല, ആദ്യമായിട്ട് കാണുകയാണ് ഇതൊക്കെ. പക്ഷെ അടിപൊളിയായിരുന്നു. ഓരോ ടേസ്റ്റ്, എല്ലാത്തിൻ്റെയും ടേസ്റ്റ് അറിയാൻ വേണ്ടി ഞാൻ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് റൂം ആക്സസ് കാർഡ് കിട്ടി. ഓപ്പൺ ചെയ്തപ്പോൾ നല്ല കൂൾ റൂമായിരുന്നു. നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമൊക്കെ ആയിരുന്നു. കബോർഡ്സും അതെല്ലാം അത്യാവശ്യത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കോഫി ഒക്കെ ഉണ്ടാക്കാനുള്ളതും പിന്നെ ഒരു കുട്ടി കേക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ടി വിയിൽ ശ്രദ്ധിച്ചറിയില്ല, ഏട്ടൻ്റെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാഷ്റൂമൊക്കെ അത്യാവശ്യം നല്ലൊരു വാഷ്റൂമായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞാൻ അവിടെ മിറർ കണ്ടാൽ പിന്നെ നമ്മൾ വിടൂലല്ലോ. മിററിൽ കുറച്ച് നേരം നോക്കിയിരുന്നു. ഞങ്ങൾ ബെഡൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ കർട്ടനൊക്കെ ഓപ്പൺ ചെയ്ത് നമ്മൾ പുറത്തത്തെ ഒരു വ്യൂ കാണാൻ വേണ്ടി നോക്കി. കർട്ടൻ ഓപ്പൺ ചെയ്യാൻ കുറച്ചൊന്നും ഞാൻ നോക്കി കഷ്ടപ്പെട്ട് കുഴപ്പമില്ല. പിന്നെ അങ്ങനെയൊക്കെ ഓപ്പൺ ചെയ്തു. പിന്നെ പുറത്തത്തെ രണ്ട് സീറ്റിങ്ങും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അധികം അവിടെ ഇരുന്നിട്ടൊന്നുമില്ല. നമ്മൾ അധികം പുറത്ത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു മൂഡിലായിരുന്നു വന്നത്. താഴത്തേക്ക് പുറത്തുനിന്നുള്ള വ്യൂ ആണ് അടിപൊളിയല്ലേ. പൂൾ വ്യൂ ബാൽക്കണി റൂം ആയിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂട്ടോ. താങ്ക് യു.